ഞാനിന്നുണ്ടല്ലോ ഒരു സിമ്പിളായിട്ടൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാനല്ല കേട്ടോ, ഉമ്മാമ്മയാണ് ഉണ്ടാക്കി തരുന്നേ. ഉമ്മാമ്മ കുറേ ആയി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക്. അതിനുശേഷം എണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതിട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളി വാടി കിട്ടും. അങ്ങനെ നന്നായി അത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവില്ലോണ്ടാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തത്. അത് കുറച്ചൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ഇട്ടെടുക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറി കേട്ടോ. അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഉമ്മമാരുടെ ഒരു സ്പെഷ്യൽ മുട്ടക്കറി കേട്ടോ. 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിന് തൊട്ട് മുമ്പായി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി തിളക്കുന്നുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം ഞാനിവിടെ മുട്ട മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. മുട്ട മുഴുവനായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല കുറുകിയ മുട്ടക്കറിയാണ് കേട്ടോ. ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല കുറുകിയ നല്ല മുട്ടക്കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനെല്ലാം അടിപൊളിയാണ് കേട്ടോ കൂട്ടാൻ. സൂപ്പറാണ്.